പാകിസ്ഥാനിനി തൊണ്ട നനയ്ക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടില്ല. സിന്ധു നദീജല കരാറിൽ നിലപാട് ഘടിപ്പിച്ച് ഇന്ത്യ. ആർബിട്രേഷൻ കോടതി ഉത്തരവ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാകും എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പരാതിയിൽ ഹോങ്കോയിലെ ആർബിട്രേഷൻ കോടതി അവിടെ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഇന്ത്യ തള്ളിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കോടതിയിൽ അവിടെ നടക്കുന്ന നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യ കോടതിയുടെ പ്രവർത്തനങ്ങൾക്കോ ഉത്തരവാദിത്തങ്ങൾക്കോ നിയമസാധുതയില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ കോടതി നിർദ്ദേശപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കാനോ അല്ലെങ്കിൽ വാദത്തിൽ പങ്കെടുക്കാനോ ഇന്ത്യ തയ്യാറായില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ ആ ഒരു രീതിയിൽ കിഷ്ഗംഗ ജലവൈദ്യുത പദ്ധതിയുടെ ലോഗ് ബുക്കുകൾ ഹാജരാക്കാൻ ആർബിട്രേഷൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ പദ്ധതികളിലെ ജലസംഭരണത്തിൽ അളവ് പരിശോധിക്കുന്നു എന്നതായിരുന്നു അവിടെ കോടതിയുടെ നീക്കമായി പറയുന്നത്. എന്നാൽ കോടതിയുടെ ഉത്തരവുകൾക്ക് അവിടെ നിയമസാധുതയില്ലാത്തതിനാൽ തന്നെ ലോഗ് ബുക്കുകൾ ഹാജരാക്കില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. സാങ്കേതിക തകരാറുകൾ അവിടെ പരിഹരിക്കാൻ സ്വതന്ത്ര വിദഗ്ധനെ അവിടെ നിയമിക്കുന്നതിന് പകരമായി തന്നെ പാകിസ്ഥാൻ ആർബിട്രേഷൻ കോടതിയെ അവിടെ സമീപിച്ചത് കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വിഷയത്തിൽ ഫെബ്രുവരി 2-3 തീയതികളിൽ കോടതി വാദം കേൾക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ അതിൽ പങ്കെടുക്കില്ല എന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു അഭാവത്തിൽ പാകിസ്ഥാന്റെ വാദങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതാണിപ്പോൾ കോടതി നീക്കം നടത്തുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്, അല്ലെങ്കിൽ അതിനൊരു ഉത്തരവിട്ടത്. ഭീകരവാദം അവസാനിപ്പിക്കാതെ തന്നെ പാകിസ്ഥാനുമായി ജലസഹകരണം സാധ്യമല്ല എന്നതായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയ അല്ലെങ്കിൽ അതിലൊരു സന്ദേശം അതിലൊരു നീക്കം. പാകിസ്ഥാന്റെ കൃഷിയുടെ 80 മുതൽ 90% സിന്ധു നദീജലത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. നിലവിൽ പാകിസ്ഥാനിലെ പ്രധാന ജലസംഭരണിയായ താർബേല അതുപോലെ മംഗ്ല എന്നിവയിലെ ജലനിരപ്പ് അത് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നതിലും സംശയമില്ല. അതേസമയം ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിലാണ് ആദ്യമായി ഒപ്പിട്ടത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്ന ഒരു തർക്കം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജലം ആർക്ക് ലഭിക്കും എന്നത് അതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്. 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം അവിടെ കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി തന്നെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെത്തുന്നത്. പിന്നാലെ തന്നെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കുമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണ് ചെയ്തത്. ഒടുവിൽ 1960 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും ചേർന്നുകൊണ്ട് ഈ കരാർ ഒപ്പുവെച്ചു. സിന്ധു നദീതട കരാറിൽ ആ നദീതടത്തിലെ 6 പ്രധാന നദികളെ വിഭജിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഉടമ്പടി നിലവിൽ വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.